ഇസ്ലാമിലെ സ്വർഗം വീണ്ടും ചർച്ചയായിട്ടിരിക്കുകയാണ്. ഇസ്ലാമിൽ എന്ത് തൊട്ടാലും വിവാദമാണ്, സ്വർഗം തൊട്ടാൽ പ്രത്യേക വിവാദമാണ്. 2 ദിവസം മുമ്പ് നമ്മൾ പരിശോധിച്ച കെ.ടി. ജലീലിന്റെ വീഡിയോ, അതിന് മുന്നോടിയായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പുസ്തകം 2-ാം തീയതി സ്വർഗസ്ഥനായ ഗാന്ധി എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ആ സമയത്ത് തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂവില് അദ്ദേഹം വിവാദപരമായ ഒരു പേരാണ് ഈ പുസ്തകത്തിന് കൊടുത്തിട്ടുള്ളതെന്നും അതുപോലെ തന്നെ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറോട് നിങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാം അനുസരിച്ചിട്ട് എങ്ങനെയാണ് സ്വർഗത്തിൽ ഗാന്ധി പോവോ എന്ന തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കുന്ന രംഗമൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഇന്നത്തെ വീഡിയോയിലേക്ക്. മദർ തെരേസയും മൗലാന മുഹമ്മദ് അലിയും മഹാത്മാഗാന്ധിയും AK-ജിയും ഒക്കെ ഉള്ള സ്വർഗമാണ് എനിക്കിഷ്ടമെന്ന് എനിക്കങ്ങനെ പറയാം. മീഡിയ വണ്ണിലെ പ്രവർത്തകനായിട്ടുള്ള ആരൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഗാന്ധിജി സ്വർഗത്തിൽ കടക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താവും പറ. അല്ല, ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായമല്ല, അങ്ങനെ ഉണ്ട്. എന്റെ അഭിപ്രായം ഇതാണ്, നിങ്ങൾക്ക് അത് പറ്റൂല. അതായത് മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ കടക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് നിങ്ങൾ. അദ്ദേഹത്തിന്റെ വീക്ഷണ പ്രകാരം മദർ തെരേസയും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയും AK-ജിയും ഒക്കെയുള്ള സ്വർഗമാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അവരെല്ലാവരും സ്വർഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. അദ്ദേഹം വിഭാവനം ചെയ്യുന്ന സ്വർഗത്തിൽ അവരൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ, നമുക്കതിൽ യാതൊരു വിയോജിപ്പുമില്ല. പക്ഷേ ഇവിടെ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്വർഗമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം ഭീമമായ അബദ്ധത്തിലാണ് ചെന്നത്. അപ്പൊ ഓരോ സ്വർഗത്തിൽ ഒരു പോയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി അല്ല, ഗാന്ധിജീനെയും മദർ തെരേസനെയും അതേപോലെയുള്ള ആളുകളെയൊക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ മനുഷ്യരായിട്ട് ജീവിച്ച നന്മ മാത്രം പ്രവർത്തിച്ച മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരായിക്കോട്ടെ, അവരെയൊക്കെ സ്വർഗത്തിൽ കയറ്റണമെങ്കിൽ ജലീൽ സാഹിബിന് സ്വർഗം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ജലീൽ സാഹിബിന് സ്വർഗത്തിൽ കയറ്റിക്കോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ സ്വർഗത്തിൽ ഞങ്ങൾ ഓലെ കയറ്റൂല എന്ന്, ഓലെ ഞമ്മക്ക് മാണ്ട എന്ന്, ഓലെ ആരായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് ഉസ്താദിന്റെ സ്റ്റാൻഡ്. കെ.ടി. ജലീല് ഈ സ്വർണ്ണക്കടത്ത് പ്രശ്നത്തിൽ ഇടതുപക്ഷം ഇപ്പൊ ചെന്നുപെട്ടിട്ടുള്ള ഒരു കുരുക്ക്, പ്രത്യേകിച്ച് മലപ്പുറം വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പരാമർശവും അതിനെ തുടർന്നുള്ള അതിനു മുൻപും പിൻപോക്കെയുള്ള പ്രശ്നങ്ങളും PV അൻവർ ഉയർത്തിയുള്ള പ്രശ്നങ്ങളും, ഇതിനെല്ലാം രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ വേണ്ടി കെ.ടി. ജലീൽ എടുത്തിട്ട ഒരു തന്ത്രത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഇന്നലെ സംസാരിച്ചു. സ്വർണ്ണക്കടത്ത്, ഹവാല തുടങ്ങിയിട്ടുള്ള കേസുകളിൽ മത നേതാക്കന്മാര് മതവിധി പുറപ്പെടുവിക്കണം അല്ലെങ്കിൽ ഫത്വ പുറപ്പെടുവിക്കണം എന്ന കെ.ടി. ജലീലിന്റെ വളരെ വിചിത്രമായ എന്നാൽ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു ആവശ്യം കണ്ടു. വാസ്തവത്തിൽ കേരളത്തിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ഇതേ കാര്യം തന്നെ പിന്നീട് ആവർത്തിക്കുന്നത് വലിയ തമാശയാണ്. ഭരിക്കുന്ന സംസ്ഥാനമായാലും കേന്ദ്രമായാലും ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഒരു ഭരണകൂടം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ അതാത് മതങ്ങളുടെ മതഗ്രന്ഥത്തിൽ അത് ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കിയിട്ട് അത് ഹറാമാണ് എന്ന് മതവിധി പുറപ്പെടുവിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഭരണകൂടവും ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും ജനാധിപത്യ സമൂഹത്തിന് അപമാനമാണ് എന്നാണ് CPM-ന്റെ ഈ വിഷയത്തിലുള്ള നിലപാടിനെ, കെ.ടി. ജലീലിന്റെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് സംസ്ഥാനം ഭരിക്കുന്ന CPM-ന്റെ സെക്രട്ടറി നടത്തിയിട്ടുള്ള പ്രസ്താവനയോട് പ്രതികരിക്കാനുള്ളത്. അത് രാഷ്ട്രീയമായിട്ടുള്ള എൻ്റെ പ്രതികരണമാണ്, അത് മാറ്റിവെക്കാം. അതേസമയത്ത് കെ.ടി. ജലീൽ മുന്നോട്ട് വെക്കുന്ന ഈ പ്രതിരോധത്തിന്റെ തന്ത്രം എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിൽ ഇനിയിപ്പോ പാണക്കാട്ട തങ്ങളോ AP അബൂക്കർ മുസ്ലിയാരോ ജിഫ്രി മുത്തുക്കോയ തങ്ങളോ ഇവരെല്ലാവരും കൂടെ കൂടിയിരുന്നാലോ ഒരു മുഷാവറ ഉണ്ടാക്കിയാലോ ഒന്നും സ്വർണ്ണക്കടത്തോ ഹവാല ഇടപാടോ ഹറാമാണ് എന്ന് മതവിധി കൊടുക്കാൻ കഴിയില്ല. അത് വേറെ വിഷയമാണ്, മതത്തിന്റെ വിഷയം മാത്രമാണ് നമ്മൾ സംസാരിച്ചത്, ഇന്നലെ സംസാരിച്ചതും ഇന്ന്. അപ്പൊ അതിന്റെ തുടർച്ചയാണിത്. ഞാൻ പറഞ്ഞത് ഇത്രയും ഒരു എന്താ പറയാ വലിയൊരു പ്രശ്നം, ഒരു ആരോപണം ഒരു രാഷ്ട്രീയ പാർട്ടി ഉന്നയിക്കുകയും മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ നിന്ന് തന്നെയുള്ള ഒരു അംഗമായിട്ടുള്ള കെ.ടി. ജലീൽ, അദ്ദേഹം മുസ്ലിം മത നേതൃത്വത്തെയും പണ്ഡിത നേതൃത്വത്തെയും ഇതിൽ കുറ്റക്കാരായിട്ട് നിർത്തുകയും പ്രതിസ്ഥാനത്ത് നിർത്തുകയും അവർ മതവിധി പുറപ്പെടുവിക്കണം എന്നൊരാവശ്യം ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ അത് എത്ര വലിയ വിവാദമാവേണ്ടതാണ്. എന്നാൽ പണ്ഡിതന്മാര്, മുസ്ലിം പണ്ഡിതന്മാരൊന്നും ആ ആവശ്യം കണ്ടതായി പോലും നടിച്ചിട്ടില്ല. എൻ്റെ അറിവിൽ ഒരു മുസ്ലിം പണ്ഡിതനും അദ്ദേഹത്തിന്റെ ആ ആവശ്യത്തോട് പ്രതികരിച്ചു കണ്ടില്ല. ആകെ പ്രതികരിച്ചത് ഈ സ്വർഗത്തിന്റെ കാര്യവും, അതായത് ഗാന്ധിജിയൊക്കെ സ്വർഗത്തിൽ കയറ്റുമെന്ന കെ.ടി. ജലീലിന്റെ വാദവും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അനിൽ മുഹമ്മദ് ചെയ്ത ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ആണോ എന്നറിയില്ല, അദ്ദേഹത്തിന്റെ ചാനലിൽ നിന്ന് ഒരു വീഡിയോ അദ്ദേഹം പിൻവലിച്ചു എന്നൊരു പരാതി കേൾക്കേണ്ടത് അത് തന്നെയാണെന്ന് ഉറപ്പില്ല. പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അതാവാനാണ് സാധ്യത. അതിന് കാരണം എന്താണെന്ന് ഞാൻ പറയാം. മതപരമായി ആ ആരോപണത്തെ പ്രതിരോധിക്കാൻ വലിയ പ്രയാസമാണ്. കാരണം ഒന്നുകിൽ അത് ഓൾറെഡി ഹറാമാണ്, പ്രത്യേകം പറയേണ്ട കാര്യമില്ല എന്ന് പറയണം. അതല്ലെങ്കിൽ കെ.ടി. ജലീൽ ഉന്നയിക്കുന്ന ആരോപണം
ശരിയാണ് എന്ന് സമ്മതിക്കലാവും. കാരണം അദ്ദേഹം പറഞ്ഞത് പല ആളുകളും, മതവിശ്വാസികളായിട്ടുള്ള പല ആളുകളും ഇതൊന്നും കാര്യമായിട്ടുള്ള ഒരു തെറ്റായിട്ട് പോലും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരു ഹറാമായ കാര്യമായിട്ട്, ഒരു വിലക്കപ്പെട്ട നിഷിദ്ധമായ കാര്യമായിട്ട് അവർ ഗണിക്കുന്നില്ല. അതുകൊണ്ട് മതവിധി പുറപ്പെടുവിക്കണം എന്നാണ് ആവശ്യം. അത് സത്യവുമാണ്. കാരണം ഹവാല പണമിടപാട് എന്ന് പറയുന്നത്, കുഴൽപ്പണം എന്ന് പറയുന്ന ഈ ഒരു സംഭവം, കുഴൽപ്പണവും സ്വർണ്ണക്കടത്തും നേർക്കുനേർ ബന്ധമുള്ള കാര്യങ്ങളാണ്. ഇത് രണ്ടും ഒരുമിച്ച് ഒരു കോംബോ പോലെ ചെയ്യുന്ന ആളുകളുണ്ട്. ഹവാലയായിട്ട് അവിടെ കൊടുക്കുന്ന പണം നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി സ്വർണ്ണക്കടത്ത് ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട് എന്നും നാട്ടിൽ പാട്ടായിട്ടുള്ള രഹസ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കൂടെ എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിറ്റിക്കകത്ത് ഇത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നത്? എന്തുകൊണ്ടാണ് ഒരു അലിയാർ കാസി പറഞ്ഞ ഒരു കള്ളു കച്ചവടക്കാരനോടോ വട്ടിപ്പലിശക്ക് പണം കൊടുക്കുന്ന ആളോടോ ഉള്ള ഒരു അവജ്ഞ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, തൊഴിൽ എന്ന് പറയാൻ പറ്റില്ല, ഈ ഇടപാട് ചെയ്യുന്ന ആളുകളോട് ഇല്ലാത്തത്? പള്ളി കമ്മിറ്റികളോടും രാഷ്ട്രീയ പാർട്ടികളോടും ഹവാല പണമിടപാടുകാർക്കും സ്വർണ്ണക്കടത്തുകാർക്കും എന്തെങ്കിലും പ്രശ്നം മീൻസ് അവരോട്, ഈ ഇത്തരം ആക്ടിവിറ്റി ചെയ്യുന്നവരോട് പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. ഒരു പെൺകുട്ടി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്താൽ വീട്ടിൽ നിന്ന് വിലക്കുന്നവർ, ഒരു കുട്ടീനെ ഇഷ്ടപ്പെട്ട ഒരു അന്യമതസ്ഥന്റെ കൂടെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ വിശ്വാസിയായ കുടുംബത്തെ ഊര് വിലക്കുന്നവർ, ഇങ്ങനെ എന്തെല്ലാം തരം കഥകളാണ്. ഈ അടുത്ത് പുറത്തു വന്നൊരു വാർത്ത, ഒരു മദ്രസയിൽ കുട്ടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആ ഉസ്താദിനെതിരെ സാക്ഷി പറഞ്ഞതിന്റെ പേരിൽ ഒരു കുടുംബത്തെ ഊര് വിലക്കിയ വാർത്തയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നത്. അപ്പൊ ഇത്രയും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മതസമൂഹം, ഉമ്മത്ത്, ഇസ്ലാം മതത്തെ വിമർശിക്കുന്നവരൊക്കെ നേരിടാൻ വേണ്ടി കയ്യും മെയ്യും മറന്ന് ഉലമാക്കളും ഉമറാക്കളും സംഘടിച്ച് ബോധവൽക്കരണ പരിപാടികളും പ്രക്ഷോഭങ്ങളും അവരെ കൈകാര്യം ചെയ്യേണ്ട രീതിയും അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും പ്രത്യേകമായിട്ടുള്ള പരിശീലന കളരികളും ഇതൊക്കെ നടത്തുന്ന ഈ ഉമ്മത്ത് എന്തുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത്, ഹവാല പോലെയുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ തെറ്റാണ് എന്ന് പറയാൻ തയ്യാറാവാത്തത്? അല്ല, അത് ഓൾറെഡി ഞങ്ങൾ മതത്തിൽ തെറ്റാണ്, അതിന് പ്രത്യേകം ഫത്വ ഇറക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ മതവിധിയെ സൂചിപ്പിക്കുന്ന ഖുർആൻ വചനമോ ഹദീസോ ഫിഖ്ഹി മസ്അലയോ ഒന്നും പുറത്തോട്ട് വെക്കാത്തത്? എന്തുകൊണ്ടാണ് മതസമൂഹത്തിന്, ഉമ്മത്തിന് അതിന് കഴിയാത്തത്? അപ്പൊ അതുകൊണ്ട് അത് വലിയൊരു ഊരാക്കുടുക്കാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം പണ്ഡിതന്മാരൊന്നും ആ ഭാഗം കണ്ട ഭാവം പോലും നടിച്ചിട്ടില്ല, അങ്ങനെ കേട്ടതേ നടിച്ചിട്ടില്ല. അതേ സമയത്ത് അതിനേക്കാൾ ലളിതമായ, അതിനേക്കാൾ എത്രയോ നിസാരമായ, എത്രയോ തവണ പൊതുസമൂഹം ചർച്ച ചെയ്ത വേറൊരു വിഷയം, അതിന് എത്രയോ ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞത് വലിയ വിവാദമായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താ? സ്വർഗസ്ഥനായ ഗാന്ധിജി സ്വർഗത്തിൽ പോകും എന്ന ഇദ്ദേഹത്തിന്റെ വിശ്വാസം, ഇദ്ദേഹത്തിന്റെ ഒരാശയം, ഇസ്ലാമികമായിട്ട് അത് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ സകല മൂല്യന്മാരും സട്ടക്കുടഞ്ഞെഴുന്നേറ്റു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ സ്വർണ്ണക്കടത്തും ഹവാല പണമിടപാടും നാട്ടിൽ നടക്കുന്നതിനേക്കാളും പ്രശ്നമാണ്. അതിനെ പ്രതിരോധിക്കുന്നതിനേക്കാളും അർജന്റാണ് എന്ത്? ജലീൽ സാഹിബ് പോയിട്ട് ഗാന്ധിജീനെ സ്വർഗത്തിൽ കയറ്റുന്നത്. സ്വർണ്ണക്കടക്കത്തൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കിപ്പോ ഗാന്ധിജീനെ സ്വർഗത്തിൽ കിടക്കാതെ നോക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. അപ്പൊ നമ്മൾ ഇന്ന് KT ജലീൽ പറഞ്ഞ ആ വാദത്തെ, ഗാന്ധിജിയെ സ്വർഗത്തിൽ കയറ്റാനുള്ള KT ജലീലിന്റെ ശ്രമത്തെ ഖുർആൻ ഉപയോഗിച്ച് പ്രതിരോധിക്കുകയാണ് ഹുസൈൻ സലഫി. ഇത് പണ്ട് പലരും ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഇങ്ങനത്തെ വർത്താനം പറയുമ്പോൾ റഫീഖ് സലഫി പണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആരാ പറഞ്ഞതുപോലൊക്കെ നരകത്തിലാണെന്ന്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. കാരണം സ്വർഗവും നരകമൊക്കെ അള്ളാഹ് തീരുമാനിക്കുന്നതാണ് എന്നാണ് ഇവർ പറയാ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കാലത്ത് നിന്ന് നമ്മൾ ഈ സാധനത്തിന്റെ നെല്ലും പതിരൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഏകദേശം 1.5 വർഷം മുൻപാണ് അനിൽ മുഹമ്മദും ഞാനും തമ്മിൽ ഈ വിഷയത്തിൽ, പണ്ട് കാരശ്ശേരി മാഷെ എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയ ഒരു പുകില്, അതിന് പുറകെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ച് അനിൽ മുഹമ്മദുമായിട്ട് 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടിയായിട്ട് വീഡിയോ ചെയ്തു. അവസാനം ഹുസൈൻ സലഫിയുടെ വീഡിയോ തന്നെയാണ് അവിടെയും പരിഹാരമായത്. അപ്പൊ ഇവിടെയും ജലീലിന്റെ വാദത്തെ ഖണ്ഡിക്കുകയാണ് ഖുർആനികമായി ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ഹുസൈൻ സലഫി പറയണത്, ഓല സ്വർഗത്തിൽ ആര് വേണേ കയറിക്കോട്ടെ, ഞമ്മക്ക് കുഴപ്പമില്ല, ഞമ്മന്റെ സ്വർഗത്തിൽ ഓല കയറ്റൂല എന്നാണ്. അപ്പൊ അത് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. സ്വർഗസ്ഥനായ ഗാന്ധിജി എന്നാണ് എന്റെ പുസ്തകത്തിന്റെ പേര്. അപ്പൊ ഈ പേര് തന്നെ സത്യത്തിൽ വലിയ വിവാദങ്ങൾക്ക് നാളെ തിരികൊളുത്തിയേക്കാം. അദ്ദേഹത്തിന്റെ വീക്ഷണപ്രകാരം മദർ തെരേസയും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയും AKGയും ഒക്കെയുള്ള സ്വർഗമാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അവരെല്ലാവരും സ്വർഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. ഞാൻ മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, മദർ തെരേസയും മൗലാന മുഹമ്മദ് അലിയും മഹാത്മാഗാന്ധിയും AKGയും ഒക്കെ ഉള്ള സ്വർഗമാണ് എനിക്കിഷ്ടമെന്ന്. എനിക്കങ്ങനെ പറയാം. അപ്പൊ ഇദ്ദേഹത്തിന് അങ്ങനെയൊക്കെ പറയാം. മഹാത്മാഗാന്ധിയും
ജലീലിന് അങ്ങനെ പറയാം. ജലീൽ വിഭാവനം ചെയ്യുന്ന സ്വർഗത്തിൽ ആരെ കയറ്റണം എന്നുള്ളത് ജലീലിന്റെ ഇഷ്ടമാണ് എന്നാണ് ഹുസൈൻ സലഫി പറയുന്നത്. അപ്പൊ ആ സ്വർഗത്തിൽ മദർ തെരേസയോ ഇനിയിപ്പോ സാക്ഷാൽ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയോ കെ.ടി. ജലീൽ കയറ്റുന്നതിന് ഹുസൈൻ സലഫിക്ക് വിരോധമില്ല എന്നർത്ഥം. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? ജലീൽ പറയുന്നിടത്തുള്ള ഏക പ്രശ്നം, ഹുസൈൻ സലഫിന്റെ ആകെയുള്ള പ്രശ്നം, ഉമ്മത്തിന്റെ പ്രശ്നം, ഇസ്ലാമിന്റെ പ്രശ്നം. ഏതൊരു വ്യക്തിക്കും അവരവരുടേതായ ആശയങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉറക്കെ പറയുവാൻ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആ വീക്ഷണത്തിലുള്ള അദ്ദേഹം വിഭാവനം ചെയ്യുന്ന സ്വർഗത്തിൽ അവരൊക്കെ ഉണ്ടായിക്കൊള്ളട്ടെ, നമുക്കതിൽ യാതൊരു വിയോജിപ്പുമില്ല. ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു ചെറിയ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇദ്ദേഹം പറഞ്ഞു ഇവിടെ ആർക്കും അവർ ഇഷ്ടപ്പെടുന്ന ആശയം അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ആദർശം ഉറക്കെ പറയാനുള്ള അവകാശം ഉണ്ടെന്ന്. വാസ്തവത്തിൽ അദ്ദേഹം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ദുബായിലാണ്, ദുബായിലാണോ ഷാർജയിലാണോ എനിക്കറിയില്ല, എന്തായാലും UAE-യിലാണ് അദ്ദേഹം ഖുതുബ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദുബായിൽ ഖുതുബ പറയുന്ന ആള് ഖുതുബയാണ് പറയുന്നതെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഈ പറയുന്നത് തെറ്റാണ്. ഇദ്ദേഹം ഉദ്ദേശിച്ചത് മലയാളത്തിൽ പറയുന്നത് കൊണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ ആയിരിക്കാനാണ് സാധ്യത. എന്ത്? നമ്മൾ ഇഷ്ടപ്പെടുന്ന ആശയം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആദർശം നമുക്ക് തുറന്ന് ഉറക്കെ പറയാനും പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ജനാധിപത്യത്തിലുള്ളതാണ്. ഹുസൈൻ സലഫി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കുറെ കാലങ്ങളായിട്ട് UAE-യിലാണ്. അവിടെ നിന്നിട്ട് അവിടുത്തെ വിശ്വാസികളോടാണ് പറയുന്നതെങ്കിൽ അത് വെറും ആളെ കബളിപ്പിക്കൽ മാത്രമാണ്. അദ്ദേഹത്തിന് അങ്ങനെ പറയാം. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഖുതുബയാണെങ്കിൽ ഖുതുബ കേൾക്കാനിരിക്കുന്നത് മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് എന്ത് തള്ളാം. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയല്ല. ജനാധിപത്യ രാജ്യത്ത്, കേരളത്തിൽ ശരിയാണ്, ഏത് ആദർശവും ഇഷ്ടമുള്ള കാര്യമൊക്കെ അവനവന് പറയാൻ പറ്റും. അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് പോകണം എന്നുള്ളതാണ്. ഇസ്ലാമിനെയാണ് കൃത്യമായ നിലക്ക് അതിന്റെ പ്രാധാന്യപൂർവ്വം അവതരിപ്പിക്കുന്നത്. ഞാനൊരു പ്രാക്ടീസിങ് മുസ്ലിമാണ്. ഞാൻ ഇസ്ലാമിനെ അതിന്റെ ഒരു ശരിയായ അർത്ഥത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളാണ്. എന്ന് പറഞ്ഞാൽ ആധികാരികമാണ് ഞാൻ പറയുന്നത് എന്നും ഞാൻ പറയുന്നതാണ് ഇസ്ലാമികമായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ആശയമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതിനോടാണ് നമ്മുടെ വിയോജിപ്പ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരുന്നത്. അതാണ് പോയിന്റ്. അപ്പൊ ജലീൽ ഒരു സ്വർഗം ഉണ്ടാക്കി, അവിടെ എല്ലാരും കയറ്റിക്കോ, കുഴപ്പമില്ല. പക്ഷെ അവിടെ ഇസ്ലാമിന്റെ സ്വർഗം എന്ന അർത്ഥത്തിൽ കെ.ടി. ജലീൽ എന്ന പേരും വെച്ച് ഇസ്ലാമിനെയും ഖുർആാനിനെയും മുൻനിർത്തി മഹാത്മാഗാന്ധിനെ സ്വർഗത്തിൽ കയറ്റാനാണ് പരിപാടി എങ്കിൽ അത് നമ്മൾ സമ്മതിക്കില്ല. വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ്. വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് ഹുസൈൻ സലഫി കാര്യം പറയാണ്. മഹാത്മാഗാന്ധി എന്നല്ല, ഇനി ആരായിട്ടും കാര്യമില്ല. നമ്മളെ സ്വർഗത്തിൽ കയറ്റണോ, അതിന് ചില സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും സൽക്കർമ്മം ചെയ്താൽ മതി, നല്ല കോലത്തിൽ ജീവിച്ചാൽ മതി, ആരെയും ഉപദ്രവിക്കാതിരുന്നാൽ മതി, എല്ലാവരും സഹായിച്ചാൽ മതി, നന്മ മരമായാൽ മതി എന്നൊക്കെ പോരാ. കയ്യിലുള്ള കായ് മുഴുവൻ ദാനം കൊടുത്തു എന്ന് വിചാരിച്ചോ, ഒരാളോടും എന്നൊരു വാക്ക് പോലും പറഞ്ഞില്ല, പറ്റാവുന്നിടത്തോളൊക്കെ സഹായിച്ചു, എല്ലാവർക്കും വേണ്ടിയും എല്ലാതും ത്യജിച്ചു, നിസ്വാർത്ഥമായി ജീവിച്ചു, സകല മനുഷ്യരോടും, മനുഷ്യേതരമായ ജന്തുക്കളോടും ജീവജാലങ്ങളോടും പ്രകൃതിയോടും ഇണങ്ങി ഒരാൾ ജീവിച്ചു, ഒരു തെറ്റും ചെയ്തില്ല, ഒരാൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കില്ല എന്ന് സങ്കല്പിക്കുക. ഒരു നന്മ മരം. ഇസ്ലാമിൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോഴാ ഇവിടെ. അതുകൊണ്ട് അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എതിർക്കും. ഇവിടെ കെ.ടി. ജലീൽ വിഭാവനം ചെയ്യുന്ന ഒരു പ്രത്യേകമായ ഒരു സ്വർഗരാജ്യം, ആ സ്വർഗരാജ്യത്തേക്ക് ആർക്കും ടിക്കറ്റ് കൊടുക്കാം, ആരെയും അതിന്റെ അകത്താക്കാം, പുറത്താക്കാം, അതിനൊന്നും നമുക്കിവിടെ വിരോധമില്ല. പക്ഷേ ഇവിടെ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്വർഗമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം ഭീമമായ അബദ്ധത്തിലാണ് ചെന്നപ്പെട്ടിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തീർച്ചയായിട്ടും അത് ഞാൻ ഹുസൈൻ സലഫിയോടൊപ്പമാണ്. കാരണം എന്താ വെച്ചാൽ ഇസ്ലാമിലെ സ്വർഗം അങ്ങനെയാണ്. പറയണോണ്ടൊന്നും തോന്നരുത് നമ്മളെ സ്വർഗം നമുക്ക് മാത്രമല്ല, അവിടെ വേറെയുള്ള ആൾക്കാരൊന്നും കയറ്റുന്നത് നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് ഇഷ്ടമല്ല പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. കാരണം അള്ളാഹാണ് സ്വർഗം ഉണ്ടാക്കിയത്. അള്ളാഹ് അങ്ങനെ കണ്ട കാഫറുകളൊന്നും സ്വർഗത്തിൽ കയറ്റുന്ന ആളല്ല. നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാ അള്ളാഹ് സ്വർഗം ഉണ്ടാക്കിയത്? കാഫിറാകാതെ ജീവിച്ച ആൾക്കാർക്ക് സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി. അവിടെ കണ്ട കാഫറുകളെ കയറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇവിടെ നടക്കുമോ? സംഗതി മഹാത്മാഗാന്ധി ചിലപ്പോൾ നല്ല മനുഷ്യരായിരിക്കും, രാജ്യത്തിന് വേണ്ടി പലതും ചെയ്തിട്ടുണ്ടാവും, ജനങ്ങൾക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം കാഫിർ അല്ലേ? കാഫിറുകളെ സ്വർഗത്തിൽ കയറ്റാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് മഹാത്മാഗാന്ധിനെ കയറ്റണമെങ്കിൽ വേറെ വല്ല ജാതിയിലും മതത്തിലുള്ള ആൾക്കാരുടെ സ്വർഗത്തിൽ കയറ്റുമെന്ന് ചോദിച്ചോ, ഇല്ലെങ്കിൽ കെ.ടി. ജലീൽ സ്വന്തമായിട്ട് സ്വർഗം ഉണ്ടാക്കിക്കോ, നമ്മളെ സ്വർഗത്തിനായി കിട്ടൂല എന്നാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്ന മതം അത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ നിന്ന് ഉത്ഭൂതമായ തത്വശാസ്ത്രങ്ങളോ നിയമ സംഹിതകളോ അല്ല. അതെ. അതിന് പകരം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭൂതസമാനമായ ജീവിതം ഭൂതകാലത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ്.
ഹൃദയത്തിൽ നിന്ന് നാക്കിലൂടെ പുറത്തു പാടുക. ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ നിന്ന് ഒരു മനുഷ്യന്റെ എന്താ പറയാ നൈസർഗികമായ ഗുണങ്ങളുള്ള ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ നിന്ന് പുറത്തു വന്ന മതമാണ് ഇസ്ലാം എങ്കിൽ ആ ഇസ്ലാമിന്റെ സ്വർഗം ഇങ്ങനെ ആയിരിക്കൂല, ഇസ്ലാം ഇങ്ങനെ ആയിരിക്കൂല. ഇദ്ദേഹം പറഞ്ഞു 100% ശരിയാണ്. അതങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ നിന്ന് പുറത്തു വന്നതല്ല, അത് 6-ാം നൂറ്റാണ്ടിലെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്നത്. ഹൃദയത്തിൽ ഉറപ്പിച്ച് നാക്കുകൊണ്ട് വെളിവാക്കി പറഞ്ഞതിലൂടെ സംഭവിച്ചു പോയതാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ മനുഷ്യരിന്ന് മസ്തിഷ്കത്തിലൂടെ എന്താ പറയാ വിനിമയം ചെയ്യുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പിക്ചറൈസ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇസ്ലാമിൽ ബാധകമായിക്കൊള്ളണം എന്നില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് ഇസ്ലാമിന്റെ സ്വർഗത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ തോന്നുമ്പോൾ ഇവരെന്തിങ്ങനെ ആരെയും കറ്റാത്തൊരു സ്വർഗം എന്നൊക്കെ തോന്നും. അത് കുഴപ്പമില്ല, ഞങ്ങളുടെ സ്വർഗം എങ്ങനെയാണ്. അതുകൊണ്ട് അത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞാണ്. അത് ഇനി ഉസ്താദ് പറഞ്ഞുതരും. മറിച്ച് ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം, അള്ളാഹു അംഗീകരിച്ചിട്ടുള്ള കൃത്യമായ മതം, അത് യഥാർത്ഥത്തിൽ അത് ഇസ്ലാം മാത്രമാകുന്നു എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം 19-ാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഖുർആൻ സൂക്തൊക്കെ നല്ലോണം ആലോചിച്ചോളിയും. ഇത് മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ നിന്നുള്ളതല്ല, അള്ളാന്റെ അടുത്ത് സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാണ്. ആ ഇസ്ലാമിലെ സ്വർഗം എന്ന് പറഞ്ഞാൽ ആ ഇസ്ലാമിനെ പൂർണ്ണമായി അംഗീകരിച്ചവർക്ക് മാത്രമാണ്. അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ വിശദമായി ഖുർആൻ വചനങ്ങളെ മുൻനിർത്തിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞത്. അതിനിടയിൽ തന്നെ സൽക്കർമ്മം പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ സ്വർഗത്തിൽ കയറ്റാൻ ശ്രമിക്കുന്ന ആളുകളെ കുറിച്ചുള്ള നിലപാടുകളും വളരെ കൃത്യമായും വ്യക്തമായും ഹുസൈൻ സലഫി പറയും. മാത്രമല്ല, ആ ഇസ്ലാം അല്ലാത്ത ഒരാശയത്തെ ആരെങ്കിലും മതത്തെ തേടി പോവുകയാണെങ്കിൽ ഇസ്ലാം അല്ലാത്ത മറ്റൊരു മതത്തെ ആരെങ്കിലും തേടി പോകുന്നുവെങ്കിൽ അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല പരലോകത്തവൻ വമ്പിച്ച പരാജിതരുടെ കൂട്ടത്തിലുമായിരിക്കുമെന്ന് അതേ അധ്യായം 85-ാമത്തെ സൂക്തത്തിലും അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ ഇസ്ലാമിൽ ആയിരിക്കണം എന്നൊരു നിബന്ധന, ഇസ്ലാം മാത്രമാണ് ശരി എന്ന ഖുർആനിന്റെ അധ്യാപനം അതേ സൂറത്തിൽ തന്നെ പറയുന്ന മറ്റൊരു വചനത്തിൽ ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തെ ആരെങ്കിലും മതമായി സ്വീകരിച്ചാൽ അവനിൽ നിന്ന് അത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് എന്ത് സ്വീകരിക്കൂല? ഒന്നും സ്വീകരിക്കൂല. ഒന്നും സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ ഒരു നന്മയും സ്വീകരിക്കൂല എന്നർത്ഥം. പല ആൾക്കാരും എന്താ പറയാ നോമ്പെടുത്തിട്ട് ഈ മുസ്ലിം അല്ലാത്ത ആളുകൾ നോമ്പെടുക്കുന്നതും ഇസ്ലാമികമായ കാര്യങ്ങൾ ചെയ്യുന്നതും ഇബാദത്ത് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ റീൽസ് ഇടുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? വെറുതെ ഒന്നും കിട്ടൂല. ഇപ്പൊ ഒരു അമുസ്ലിമായ മനുഷ്യൻ ഒരു പള്ളിക്ക് പിരിവ് കൊടുത്തു വിചാരിക്കും. ഒരു പള്ളി കയറ്റുകയാണ് അവിടെ, അവരിപ്പോ ഒരു പള്ളി ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിന് പിരിവ് കൊടുത്തു എന്ന് വിചാരിക്കാം. വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടൂല. ഒരു നന്മയും സ്വീകരിക്കപ്പെടൂല. എന്നിട്ടല്ലേ മതം? ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണമാണ് നിങ്ങൾക്ക് എവിടെ എടുക്കാവുന്നത്. എല്ലാ നന്മകളും മാത്രം ചെയ്ത് എല്ലാവരെയും സഹായിക്കുന്ന പരിപാടി മാത്രം ചെയ്ത് ഒരു തിന്മയും ചെയ്യാത്ത ഒരു മനുഷ്യൻ സകല പള്ളികളും കയറ്റാൻ, പള്ളി കയറ്റുമ്പോഴും മദ്രസ കയറ്റുമ്പോഴും ഒക്കെ പൈസ കൊടുത്തു സഹായിച്ചു. നബിദിനത്തിന് കുട്ടികൾക്കൊക്കെ മിഠായി വാങ്ങിക്കൊടുത്തു, കുട്ടികൾക്കൊക്കെ സർബത്ത് വാങ്ങിക്കൊടുത്തു, നീർച്ചക്ക് ബലോണം പിരിവ് കൊടുത്തു. ഒരു കാര്യമില്ല, എന്ത് കിട്ടും കാര്യമില്ല. പോട്ടെ, സമ്പത്തിൽ നിന്ന് ഇസ്ലാം അനുശാസിക്കുന്ന തരത്തിലുള്ള സക്കാത്തും കൊടുത്തു, ദാനം കൊടുത്തു, ധർമ്മം കൊടുത്തു. വല്ല പ്രയോജനം ഉണ്ടോ? ക്യാ ഫായിദ? ഒരു ഫായിദയില്ല. അത് കേട്ട് പഠിച്ചോളി. ജലീൽ സാഹിബ്, നിങ്ങൾ ഖുർആന് നിങ്ങൾ പഠിച്ചു എന്ന് പറയല്ല, അത് നിങ്ങൾ ഇതൊന്നും ശരിക്കും പഠിച്ചിട്ടില്ല എന്നാണ് ഹുസൈൻ സലഫി പറയുന്നത്. അതുകൊണ്ട് ആ ഇസ്ലാമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ ഇസ്ലാമിന്റെ കാര്യമാണോ ജലീൽ ഉദ്ദേശിച്ചതെങ്കിൽ അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ ഈ പുസ്തകം ഏറ്റുവാങ്ങിയ വ്യക്തിയോടും അത് പ്രസിദ്ധീകരിച്ചവരോടും ഒക്കെ നമുക്കൊന്നേ പറയാനുള്ളൂ. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ സ്വർഗം ആർക്കുള്ളതാണ്? നിങ്ങൾ ഗാന്ധിജി സ്വർഗത്തിലാണ്, സ്വർഗത്തിനായ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് പുസ്തകം എഴുതുന്നതൊക്കെ കൊള്ളാം. പക്ഷെ നിങ്ങൾ പറ, ഇസ്ലാമും ഖുർആനും അനുസരിച്ചിട്ട് നിങ്ങൾ പറ, ഇസ്ലാമിന്റെ സ്വർഗം ആർക്കുള്ളതാണ് കൂട്ടരെ? ഓൽക്കൊന്നും അറിയില്ല ഉസ്താദ്, നിങ്ങൾ പറയും. അത് കൃത്യമായി ഇസ്ലാമാണ് നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത്. വിശുദ്ധ ഖുർആൻ തന്നെ 4-ാമത്തെ അധ്യായമായ സൂറത്തുൻ നിസാ 124-ൽ വ്യക്തമായി പറയുന്നുണ്ട്, ആര് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുവോ, സൽക്കർമ്മങ്ങളിൽ നിന്ന് ആര് പ്രവർത്തിച്ചാലും ശരി, മിൻ ദകരിൻ ഔ ഉൻസ, അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമൊന്നുമില്ല, ആര് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാലും, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ജലീൽ സാഹിബ് മനസ്സിലാക്കുക, വഹുവ മുഅ്മിനുൻ, ആ വ്യക്തി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു എന്ന് പറയുന്ന വ്യക്തി വിശ്വാസിയായിരിക്കണം. കണ്ടോ, ആ കണ്ടീഷൻ ഉണ്ട്. അപ്പൊ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ അവർക്ക് പ്രതിഫലമുണ്ട്, അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർക്ക് സ്വർഗമുണ്ട് എന്നൊക്കെ ഖുർആനിലുണ്ടാവും. പക്ഷെ നിങ്ങൾ എവിടെയൊക്കെ സ്വർഗത്തെക്കുറിച്ച് പരാമർശമുണ്ടോ, എവിടെയൊക്കെ അള്ളാഹുവിന്റെ പ്രതിഫലത്തെക്കുറിച്ച് പരാമർശമുണ്ടോ, എവിടെയൊക്കെ പുണ്യം കിട്ടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടോ, എവിടെയൊക്കെ രക്ഷപ്പെടും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറയുന്നുണ്ടോ, അവിടെയൊക്കെ കിതാബിൽ നേർക്ക് നേർ എഴുതി കണ്ടാലും ഇല്ലെങ്കിലും കണ്ടീഷൻസ് അപ്ലൈ എന്ന് നിങ്ങൾ മനസ്സിലാലോചിച്ചോളണം.
ഇദ്ദേഹം ഇപ്പൊ പറയുന്ന ഖുർആൻ വചനത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വഹുവ മുഅ്മിനുൻ, അതൊരു മുസ്ലിം ആയിരിക്കും. അപ്പൊ എങ്ങനെ അർത്ഥം വെക്കുക? ഉസ്താദ് അർത്ഥം വെച്ചു തരും, നമ്മൾ പറഞ്ഞിട്ട് ഇനി തെറ്റിപ്പോണ്ട. അങ്ങനെ വിശ്വാസിയായിരിക്കെ, ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഈമാൻ ഉൾക്കൊണ്ട വ്യക്തിയായിരിക്കെ, ആ വിശ്വാസം ഉൾക്കൊണ്ട വ്യക്തിയായിരിക്കെ ആണാവട്ടെ പെണ്ണാവട്ടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അവരോട് ഒരിക്കലും ഒരു തരിമ്പും അനീതി കാണിക്കപ്പെടുന്നതല്ല. ഇത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. സമാനമായ ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, സമയക്കുറവ് കൊണ്ടാണ്. ഇഷ്ടം പോലെ ആയത്തുകളിൽ അങ്ങനെയുണ്ട്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് സ്വീകരിക്കേണ്ടുന്നതിന്റെ കണ്ടീഷൻ, എന്ത് സൽക്കർമ്മം നിങ്ങൾ ചെയ്താലും നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിന്റെ കണ്ടീഷനാണ് നിങ്ങൾ മുഅ്മിനായിരിക്കുക. ശിർക്കില്ലാതെ അള്ളാഹുവിലും പ്രവാചകനിലും പൂർണ്ണമായി വിശ്വസിക്കുകയും അവനിൽ പിന്നീട് പങ്കു ചേർക്കാതിരിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും അതിന് തെറ്റിപ്പോകാതിരിക്കുകയും ചെയ്യുക. ഇതിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നിങ്ങൾ ചെയ്തതൊക്കെ തവിട് പൊടി. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇവിടെ അള്ളാഹു പറഞ്ഞ കണ്ടീഷൻ എന്താണ്? വെറും ഒരാൾ നന്മ ചെയ്യുക എന്നുള്ളത് മാത്രമാണോ? നന്മയാവണമെങ്കിൽ അത് അള്ളാഹു പഠിപ്പിച്ചതായിരിക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം, ആ വിശ്വാസം ഉൾക്കൊള്ളുന്ന വ്യക്തിയുമായിരിക്കണം. അതാണ് ഇസ്ലാമിന്റെ കൃത്യമായ കാഴ്ചപ്പാട്. അതാണ്, ആ കണ്ടീഷൻ ഇല്ലാതെ ഒന്നും നടക്കൂല. അല്ലാതെ അങ്ങനെ എന്താപ്പോ നന്മ ചെയ്തു തിന്മ ചെയ്തു പറഞ്ഞാൽ? കാരണം ഇസ്ലാമിൽ എന്താണ് നന്മ, എന്താണ് തിന്മ? ഒന്നാമത്തെ നന്മ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ തൗഹീദിലായിരിക്കുക, തഖ്വ ചെയ്യുക, ഷഹാദത്ത് കലിമ ചൊല്ലുക, ഇതാണ് ഒന്നാമത്തെ നന്മ. എന്താ ഏറ്റവും വലിയ തിന്മ? ശിർക്ക് ചെയ്യുക, അള്ളാഹു അല്ലാത്തതിനോട് പ്രാർത്ഥിക്കുക. അതല്ലേ പണ്ട് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി ചോദിച്ചത്? ഒരാള് ജീവിതകാലം മുഴുവൻ നന്മ ചെയ്തു, വേറൊരു തെറ്റും ചെയ്തില്ല, എല്ലാ പുണ്യപ്രവൃത്തിയും ചെയ്തു, പക്ഷെ ഗുരുവായൂരപ്പ രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചു, അയാൾ സ്വർഗത്തിൽ പോവില്ല. ബാക്കിയുള്ള വിവാദങ്ങളിലേക്കൊന്നും എപ്പോൾ കടക്കുന്നില്ല. ഒരാള് സ്വന്തം മാതാവിനെ ബലാത്സംഗം ചെയ്തു, വേറൊരാൾ ശിർക്ക് ചെയ്തു. ഏതാ ഏറ്റവും വലിയ പാപം? നിങ്ങൾ പറയും. ഷിർക്കാണ്. ഇതുകൊണ്ടാണ് ഹുസൈൻ സലഫി ആദ്യമേ പറഞ്ഞത് ഇത് ഏതെങ്കിലും മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ നിന്നുണ്ടായ മതമല്ല. ഞാൻ പറഞ്ഞതുപോലെ 6-ാം നൂറ്റാണ്ടിലെ ഗോത്രകാലത്തെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്നതാണ്. അദ്ദേഹത്തിന്റെ വൈകാരികമായ അവസ്ഥകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആവശ്യ പൂർത്തീകരണത്തിന് ആളുകളെ കൂടെ നിർത്താൻ വേണ്ടി, അടിമകളാക്കി നിർത്താൻ വേണ്ടി. ഇപ്പൊ കണ്ടിട്ടില്ലേ നിങ്ങൾ പല പാർട്ടികളും പ്രത്യയശാസ്ത്രങ്ങളും സ്വന്തം അടിമകളെ പോലെ കൊണ്ടു നടക്കുന്നത്? ഇതുപോലെ ആളുകളെ അടിമകളാക്കി നിർത്താൻ വേണ്ടി പ്രയോഗിച്ച മനഃശാസ്ത്ര തന്ത്രം മാത്രമായിരുന്നു ഇസ്ലാമിലെ അള്ളയും സ്വർഗവും നരകവും ഒക്കെ. അപ്പൊ നന്മ ചെയ്തു പറഞ്ഞാൽ ആദ്യം നന്മ തിന്മ എന്താണെന്ന് അറിയണം. ഏറ്റവും വലിയ നന്മ ചെയ്യുകയും ഏറ്റവും വലിയ തിന്മ ചെയ്യാതിരിക്കുകയും ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഷഹാദത്ത് കലിമ ചൊല്ലുകയും പിന്നെ ശിർക്ക്, അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ നന്മ. ഇതാണ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ അപ്ലൈ ആണ്. ബാക്കി എന്തും വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ശരിക്കും ആലോചിക്കണം. ഇത് മനുഷ്യന്റെ തലച്ചോറൊന്നുണ്ടായതല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗുട്ടൻസ് മനസ്സിലായിട്ടില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ആരാണ് മുഅ്മിനുകൾ എന്ന് അള്ളാഹു കൃത്യമായി തന്നെ സൂറത്തുൽ ഹുജറാത്തിലെ 15-ാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട്. തീർച്ചയായും യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിൽ കൃത്യമായി വിശ്വസിച്ചവരാണ്, വറസൂലിഹി, അവന്റെ റസൂലിലും കൃത്യമായി വിശ്വസിച്ചവരാണ്. അപ്പൊ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന അള്ളാഹു ആരാണോ ആ അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട മുറപ്രകാരം കൃത്യമായി വിശ്വസിച്ച വ്യക്തിക്ക് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറയുകയുള്ളൂ. ഇതും ചില ഉടായിപ്പന്മാർ പറയുന്ന ഒരു സ്ഥാനാണ്. നല്ലോണം ശ്രദ്ധിച്ചു കേട്ടോളി. നമ്മളെ UA ടീമിലെ ബാസിലിനോടോ കൂട്ടരോടോ ചോദിച്ചിട്ട് മുസ്ലിം എന്താന്ന് ചോദിച്ചാൽ പറയും അത് ഈ പ്രപഞ്ചനാഥനായ ദൈവത്തിന്റെ കീഴ്പ്പെടുക, അങ്ങനെ കീഴൊതുങ്ങുക. അതായത് ഇതിനൊരു ദൈവമുണ്ടെന്ന് സങ്കല്പിക്കുകയും ആ ദൈവത്തിന് മാത്രമേ കീഴ്പ്പെടൂ എന്ന് ഒരാൾ തീരുമാനിക്കുകയും ആ ദൈവത്തിന് കീഴ്പ്പെടുകയും ചെയ്യാം. ദൈവത്തെ വണങ്ങി ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാം. അള്ളാഹ് പറയില്ലട്ടാ, അള്ളാഹ് പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. അല്ലെങ്കിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ഏതോ ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയാണെന്ന് പറയും. പക്ഷെ ഇവിടെ ഇദ്ദേഹം പറഞ്ഞു നോക്കൂ, ഖുർആനിൽ പറയുന്നത് പോലെ വിശ്വസിക്കണം. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ വിശ്വാസം അനുസരിച്ച്, ഖുർആൻ അനുസരിച്ച്, ഹദീസ് അനുസരിച്ച്, അവരുടെ അഖീദ അനുസരിച്ച് ദൈവത്തെ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കണം. അല്ലാണ്ട് വെറുതെ ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞ കാര്യമില്ല. വിശ്വസിക്കുക, കീഴ്പ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിന് കീഴൊതുങ്ങുക. ദൈവത്തിന് കീഴൊതുങ്ങില്ല, ഇസ്ലാമിന് കീഴൊതുങ്ങുക എന്നർത്ഥം. ഇനി ആ സംശയം ഉടായ്പ വാദമായിട്ട് വരുമ്പോൾ അവിടെ പിടിച്ചോണ്ട് ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ വിശ്വസിക്കണം. അപ്പോഴേ ഒരാൾ വിശ്വാസിയാവുള്ളൂ. അപ്പൊ എന്ത് വിശ്വാസിയാവും? അപ്പോഴേ ഒരാൾ ദൈവവിശ്വാസിയാവുള്ളൂ. ബാക്കിയുള്ളൊന്നും ദൈവങ്ങളല്ലല്ലോ. ഖുർആൻ പറഞ്ഞാൽ മാത്രമേ ദൈവമുള്ളൂ. എന്നിട്ട് ഇതേ ദൈവം പറയാൻ ഞാൻ 1,00,000 ചില്ലാൻ ആൾക്കാരെ പറഞ്ഞയച്ചിട്ടുണ്ട്, ഓരോ ജനതക്കും അവരുടെ ഭാഷയിൽ ഞാൻ ആളെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്നിട്ട് അതേ ദൈവം പറയാം അതൊന്നും ഇനി വാലിഡ് അല്ല, ഇത് മാത്രം എടുത്താൽ മതി, ഇതല്ലാത്ത ഒന്നും എൻ്റെ അടുത്തുള്ളതല്ല.
ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്നത് എന്താ? എന്തോ ഒരു മെനയാണെന്ന് ആലോചിച്ച് നോക്കണം ഈ പടച്ചം കാട്ടിക്കൂട്ടി വെച്ചത്. അപ്പൊ ഇനി ദൈവത്തെ വിശ്വസിച്ചാൽ മതിയോ? പോരാ. ആ ദൈവത്തിന്റെ ഗ്രന്ഥമാണ് ഖുർആൻ എന്നും പറഞ്ഞു വന്ന ആ വ്യക്തിനെ വിശ്വസിക്കണം, അയാളെ മാതൃകയാക്കണം, അയാൾ പറഞ്ഞതും ചെയ്തതും അനുകരിക്കാൻ ശ്രമിക്കണം. അത് അയാൾ എന്താണോ ചെയ്തത് അത് മാത്രം നന്മ, അയാൾ എന്തൊക്കെ വേണ്ടെന്ന് പറഞ്ഞോ അതൊക്കെ തിന്മ എന്നും വിശ്വസിക്കണം. അപ്പൊ ഇസ്ലാം പറഞ്ഞതുപോലെ ഖുർആനിലുള്ളതുപോലെ ദൈവത്തെ വിശ്വസിക്കണം, മുഹമ്മദ് നബി ചെയ്തതൊക്കെ നന്മ തിന്മയാണ് എന്നും വിശ്വസിക്കണം. എന്നിട്ട് അങ്ങനെ ഖുർആനിനും മുഹമ്മദിനും വിശ്വസിക്കണം. അല്ലാതെ നിങ്ങൾ വെറുതെ ദൈവവിശ്വാസിയാണ് അത് കാര്യമില്ല. അതേപോലെ തന്നെ ആ അള്ളാഹു നിയോഗിച്ചിട്ടുള്ള ദൂതനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൃത്യമായി വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ആ പ്രവാചകനിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അത് മുഴുവനും കൃത്യമായി തന്നെ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളവരാരോ അവർ മാത്രമാണ് സത്യസന്ധന്മാരായ ആളുകൾ. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അവർ മാത്രമാണ് സ്വർഗ്ഗ. അപ്പൊ ശ്രദ്ധിക്കണം, അവര് മാത്രമാണ് വിശ്വാസികൾ എന്ന് മാത്രമല്ല, അവർ മാത്രമാണ് സത്യസന്ധരായ മനുഷ്യർ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഞാൻ പറയാറുണ്ടല്ലോ, ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് മുസ്ലിം എന്ന അർത്ഥത്തിൽ സമ്പൂർണമായ മുസ്ലിം അല്ലാത്ത ഒരാളും സത്യസന്ധന്മാരല്ല എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അവർ സത്യത്തെ നിഷേധിക്കുന്നവരാണ് എന്നാണ്. അപ്പൊ ദൈവത്തിനും മതത്തിനും ഈമാനൊക്കെ ഉത്തരം കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് സത്യത്തിനുള്ള നിർവചനം കൂടി കിട്ടിയില്ലേ? എന്താ സത്യം എന്ന് പറഞ്ഞാൽ? ഏറ്റവും വലിയ സത്യം എന്താ? ഏറ്റവും വലിയ സത്യം ഇസ്ലാം. വേറെ എന്തെങ്കിലും സത്യം അതിന്റെ മുകളിലുണ്ടോ? ഏറ്റവും വലിയ സത്യം ഇസ്ലാം. ഏറ്റവും വലിയ നന്മ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുക, ഇസ്ലാമിൽ വിശ്വസിക്കുക, ഷഹാദത്ത് കലിമ ചൊല്ലുക. ഏറ്റവും വലിയ തിന്മയോ അള്ളാഹ് അല്ലാത്ത ഏതെങ്കിലും, ഇസ്ലാമികമായി പഠിപ്പിക്കപ്പെട്ടില്ലാത്ത ഏതെങ്കിലും മതത്തിലാവുക, അതാണ് ഏറ്റവും വലിയ തിന്മ. എന്നിട്ട് നമ്മൾ ഇതിനെ വിമർശിച്ചാലോ? അപ്പൊ നമ്മൾ ഭയങ്കര പ്രശ്നക്കാരായി. കൂടുതൽ അടിസ്ഥാനപരമായിട്ട് മനുഷ്യരെ വിഭജിക്കുന്ന വിഭാഗീയ ചിന്തയാണിത്. ഇത് മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് വന്നതല്ല, ഉറപ്പല്ലേ? സാമാന്യമായിട്ടുള്ള ഒരു മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് ഇതുപോലത്തെ വെകിളിത്തരം വരുമോ? വരൂല. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് മാനവിക വിരുദ്ധമായ പ്രത്യയശാസ്ത്രമാണ്. കാരണം പ്രകൃതിയിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ എന്ന അർത്ഥത്തിൽ, ഒരു ജീവി വർഗം എന്ന അർത്ഥത്തിൽ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും ജീവിക്കുമ്പോൾ ആ മനുഷ്യർ പരസ്പരം പാലിക്കേണ്ടുന്ന ധാർമ്മികതയാണ് നല്ലതും ചീത്തയും ഒക്കെ ആയിട്ട് പരിഗണിക്കേണ്ടത്. ആ വ്യക്തിക്കും ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന കുടുംബത്തിനും സമൂഹത്തിനും ഈ എല്ലാ കാര്യങ്ങളിലും ആദ്യമേ തന്നെ മതത്തിന്റെ കർട്ടനിട്ട് ആളുകളെ തരം തിരിക്കുന്ന ദുഷിച്ച ഏർപ്പാടിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും മതം ഇതേ കർട്ടനിട്ട് ആളുകളെ വിഭജിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഇതേ അർത്ഥത്തിൽ ബാധകമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെയല്ല, നിങ്ങൾ വിശ്വസിക്കുന്നതാണ് സത്യം, ഇതാണ് ശരി എന്ന് വിശ്വസിക്കാൻ അവകാശമുണ്ട്. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നത് അതുപോലെ വിശ്വസിക്കാത്തവരൊക്കെ സത്യസന്ധതയില്ലാത്തവരാണെന്നും സത്യത്തെ നിഷേധിക്കുന്നവരാണ് എന്നും അവരൊക്കെ മോശക്കാരാണ് എന്ന ചിന്ത ദുഷിച്ച ചിന്തയാണ്. അത് മാനവിക ചിന്തയല്ല, അത് ആധുനിക ലോകത്ത് മനുഷ്യന്മാർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് വിശ്വാസ സ്വാതന്ത്ര്യം എന്ന പേരിൽ ലഘൂകരിച്ച് കാണേണ്ടതല്ല. അത് നിങ്ങളുടെ മതത്തിന് പുറത്തുള്ള മനുഷ്യരോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നതിന്റെ ലക്ഷണമാണ്. അപ്പൊ ദൈവവിശ്വാസമോ ദൈവവിശ്വാസമില്ലായ്മയോ നിങ്ങളുടെ ആരാധനയോ ആരാധനയില്ലായ്മയോ അല്ല. എനിക്ക് ഇസ്ലാമിനോടുള്ള വിമർശനങ്ങളിൽ ഞാൻ എപ്പോഴും ആര് ചോദിച്ചാലും ഒന്നാമത് പറയുന്നത് മനുഷ്യനെ പ്രാഥമികമായി വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് വിഭജിക്കുകയും ഇസ്ലാമിനെ സ്വീകരിക്കാത്തവരെ നിന്ദിക്കുകയും അവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുകയും അവരെ മനുഷ്യരോട് പോലും ഉപമിക്കാൻ കഴിയാത്തവരായി ചിത്രീകരിക്കുകയും സത്യത്തെ നിഷേധിക്കുന്നവരായിട്ട് പരിഗണിക്കുകയും ചെയ്യും. ഇത് ഈ കാലത്തെ മനുഷ്യർക്ക്, ഒരു ജനാധിപത്യ സംസ്കാരത്തിൽ, ഒരു മതേതര മൂല്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വിശ്വാസമല്ല. നിങ്ങളുടെ വിശ്വാസമാണ് ശരി, നിങ്ങൾക്ക് വിശ്വസിക്കാം. അതേ സമയത്ത് നിങ്ങളുടെ വിശ്വാസത്തിന് പുറത്തുള്ള ആളുകളൊക്കെ മോശക്കാരാണ് എന്ന് വിളിച്ചു പറയാനുള്ള ഒരു അവകാശവും ജനാധിപത്യ രാജ്യത്ത് നിൽക്കില്ല. എന്ത് റൈറ്റ് അത്? മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ നുണയന്മാരാണ്, സത്യസന്ധത ഇല്ലാത്തവരാണ്, ജന്തുക്കളെക്കാൾ മോശക്കാരാണ് എന്ന് നിങ്ങളെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് വിളിച്ചു പറയുമ്പോൾ നല്ല സൂക്ഷിച്ചു പറയണം. അതാണ് വർഗീയത. അല്ലാതെ നമ്മൾ ഈ പറയുന്നതല്ല വർഗീയ പ്രശ്നം ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ഈ നിലപാടാണ് പ്രശ്നം. ഇതാണ് നിങ്ങൾ മതത്തിലുള്ളത് എന്നല്ല, ഇതാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത് എന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനോട് പ്രതികരിക്കുന്നത്. ഇതത്ര നിസ്സാര പ്രശ്നമല്ല. നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളത്? മുസ്ലിങ്ങളല്ല, ഇസ്ലാമിന്റെ വീക്ഷണ പ്രകാരം എന്ന് നിങ്ങൾ കൊട്ടേഷൻ ഇട്ടൊരു കാര്യമില്ല. ഈ ചിന്തയാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങളെ കുട്ടികളെ. ഈ ചിന്തയിലാണ് നിങ്ങൾ കുട്ടികളെ വളർത്തുന്നത്. എന്നിട്ട് ക്രിസ്ത്യാനിയോടും ജൂതനോടും കൂട്ടുകൂടരുത് എന്ന വചനം പറയുമ്പോൾ അതിനെ ലഘൂകരിച്ചതുകൊണ്ടും നേർപ്പിച്ചതുകൊണ്ടും കാര്യമില്ല. അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, മനുഷ്യരെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ വലിയ പെശകുണ്ട്. അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ബാക്കി
നേരെ മറിച്ച് അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹുവിന്റെ റസൂലിലുള്ള വിശ്വാസത്തിലുമൊക്കെ മായം കലർത്തുകയും തികച്ചും മറ്റൊരു ദൈവ സങ്കല്പം കൊണ്ട് നടക്കുന്ന വ്യക്തിത്വങ്ങളെ അവരെയൊക്കെ ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണെന്ന ജലീൽ സാഹിബിന്റെ ആ ഒരു വാദമുണ്ടല്ലോ, എങ്ങനെയാണ് താങ്കൾക്ക് വിശുദ്ധ ഖുർആനിന്റെ ബാലപാഠമെങ്കിലും അറിയുമെങ്കിൽ അത് അങ്ങനെ പ്രഖ്യാപിക്കുവാൻ സാധിക്കുക? അപ്പൊ ഇതാണ് ഇസ്ലാം എന്നിരിക്കെ, ഇതാണ് ഖുർആൻ എന്നിരിക്കെ, ഇതിന്റെ ബാലപാഠം അറിയാമെങ്കിൽ എങ്ങനെയാണ് ജലീൽ സാഹിബെ നിങ്ങൾ എല്ലാവരും കേറ്റെന്ന് പറയാം? നിങ്ങൾ എങ്ങനെ പറയും? നിങ്ങളെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഇവിടെ ഇദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ ജലീൽ സാഹിബിന്റെ സ്വർഗം അത് തമാശ രൂപത്തിൽ തള്ളിക്കളയാൻ മൂല്യന്മാർക്ക് പറ്റാത്തത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. താങ്കൾ 2-3 ആളുകളെ പേരെടുത്ത് പറയുന്നുണ്ട്. ആ വ്യക്തികളല്ല ഇവിടെ ഞാൻ പ്രത്യേകം എടുത്തു കാണിക്കുന്നത്. താങ്കൾ പേരെടുത്ത് പറഞ്ഞ ആളുകൾ ഒന്നൊരു ക്രിസ്ത്യാനിയാണ്. എന്താണ് അവരുടെ തകരാറ്? ഏകദൈവ വിശ്വാസികളാണോ അവർ? സർവശക്തനായ അള്ളാഹുവിന് ഇണയുണ്ടെന്നും തുണയുണ്ടെന്നും സന്താനങ്ങളുണ്ടെന്നും ഒക്കെ വാദിച്ച് ഏറ്റവും അള്ളാഹുവിന് കോപമുള്ള വാക്കുകൾ പറഞ്ഞിട്ടുള്ള വിശ്വാസത്തിന്റെ വക്താക്കളായ ആളുകൾ എങ്ങനെയാണ് അള്ളാഹു അവൻ ഒരുക്കിയിട്ടുള്ള സ്വർഗത്തിൽ ഉണ്ടാവുക? എങ്ങനെ ഉണ്ടാവുക പറയും? ജലീൽ സാഹിബ് ഇപ്പോൾ 2-3 പേര് പറഞ്ഞല്ലോ. നീ ആ 3 പേരുകൾ പരിശോധിക്കാണ്. അതിൽ ഒന്നാമത്തെ പേര് മദർ തെരേസ ആയിരിക്കും ഉദ്ദേശിച്ചത്. അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയേ. അള്ളാഹ്ക്ക് സഹിക്കും അത്. കാരണം അള്ളാഹു എന്താണ്, അള്ളാഹു ആരാണ്, അള്ളാഹു എന്ന് ചോദിച്ചപ്പം അള്ളാഹു ആരാണ് എന്താണെന്നൊന്നും പറയണതിന് പകരം അള്ളാഹിന്റെ കുറെ വിശേഷണങ്ങൾ പറഞ്ഞിറങ്ങുക ചെയ്ത്. എന്താ? ഓനാരും ജനിച്ചിട്ടില്ല, ഓനാരും ജനിപ്പിച്ചിട്ടില്ല എന്ന്. ആരാണ് അള്ളാഹു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അള്ളാഹു ഏകനാണ്, അവൻ സർവശക്തനാണ്, അവന് തുല്യരായിട്ട് ആരുമില്ല, ഓനാരും ജനിച്ചിട്ടില്ല, ഓനാരും ബാപ്പിയല്ല, ഓനാരും മക്കളും അല്ല. ഇതാണ് അള്ളാഹ്. അതിന് വിരുദ്ധമാണ് അള്ളാഹിന്റെ കുട്ടി എന്ന് പറഞ്ഞിട്ട് ആളെ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹ് സഹിക്കോ? എന്ന് മാത്രമല്ല, ക്രിസ്ത്യാനികൾ പിന്നെയും സമാധാനം എന്താ വെച്ചാൽ അള്ളാഹുവിന് ആൺകുട്ടിയാണെന്ന് പറഞ്ഞത്. പക്ഷെ മുശ്രിക്കുകളോട് അങ്ങനെയല്ല. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ അള്ളാഹ്ക്ക് 3 പെൺകുട്ടികളുണ്ട്. അള്ളാഹ് സഹിക്കോ? അള്ളാഹ്ക്ക് ദേഷ്യം വന്നു. അള്ളാഹ് പറഞ്ഞു നിങ്ങൾക്കൊക്കെ ആൺകുട്ടികളും എനിക്ക് മാത്രം പെൺകുട്ടി, അത് എന്ത് ഓരിയക്കല അത് എന്നാണ് അള്ളാഹ് ഖുർആനിൽ ചോദിച്ചത്. അള്ളാഹ്ക്ക് ശരിക്കും സങ്കടം വന്നു. മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം അനുസരിച്ച് ദൈവത്തിന്റെ മക്കളെ പുത്രിമാരായിരുന്നു ലാത്ത, ഉസ്സ, മനാത്തവരൊക്കെ. അപ്പൊ അള്ളാഹ്ക്ക് ആകെ സങ്കടമായി. ഓൽക്കൊക്കെ അബൂജഹലിനൊക്കെ 4 ആൺകുട്ടികളാണേ. അബൂജഹലിനൊക്കെ ആൺകുട്ടികള്, അബൂ സുഫിയാൻ ആൺകുട്ടികള്, എനിക്ക് മാത്രം പെൺകുട്ടികള്, ഇത് എന്ത് ഓരിയക്കലാണ് എന്ന് ചോദിച്ചു. ഓലെ പിന്നെ കൈകാര്യം ചെയ്ത വേറെ. അത് പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയാം. ഇനി ഈ പറഞ്ഞിട്ടുണ്ടല്ലോ മറിയത്തിന് ഈസാ നബി ഉണ്ടായ കഥ, അത് ജിബ്രീലിന്റെ തലയിൽ വെച്ച് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമത്തിലാണ് അള്ളാഹു. ഇതൊന്നും ശരിയായ ഏർപ്പാടല്ല എന്നാണ് അള്ളാഹിനോട് എനിക്ക് പറയാനുള്ളത്. ഉത്തരവാദിത്തം ഏൽക്കണം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇസ്ലാമിൽ പറയുന്ന ഈസ ആരുടെ കുട്ടിയാ? ഉത്തരം അറിയാവുന്ന ഒരു വിശ്വാസികളുടെ പറയും. 15% വിശ്വാസികൾ ഇവിടെ ഉണ്ട്. ഈ 500-ൽ 150-200 വിശ്വാസികൾ ഉണ്ടെന്ന് എനിക്കറിയാം. പറയാം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈസാ നബി ആരുടെ കുട്ടിയാണ്, അല്ലെങ്കിൽ ഈസാ നബിന്റെ വാപ്പ ആരാണ്? നിങ്ങൾ പറയും. അത് ജിബ്രീലിന്റെ തലയിൽ വെച്ച് ഒഴിയാനുള്ള ശ്രമമാണ്. അള്ള തന്നെയാണ്. അള്ള ഞാൻ ആരുടെയും വാപ്പയായിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരാ. ഖുർആനിൽ തന്നെ വേറെ സ്ഥലത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ അള്ളാഹ്ക്ക് മക്കളുണ്ട് പറഞ്ഞ വിഷയത്തിലേക്ക് വന്നാൽ അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ എങ്ങനെയാണ് അള്ളാഹിന്റെ സ്വർഗത്തിൽ കയറ്റുക എന്നാണ് അള്ളാഹിന്റെ ഒരു ചോദ്യം. അടുത്ത ചോദ്യം ഇതാ പിടിച്ചോളി. പിന്നെ മുശിരിക്കുകൾ, കല്ലിനെയും മണ്ണിനെയും മരത്തിനെയും ഒക്കെ ആരാധിക്കുന്ന ഈ മുശിരിക്കുകൾക്ക്, ബഹുദൈവ ആരാധകർക്ക് എങ്ങനെയാണ് അള്ളാഹ് സ്വർഗത്ത് സീറ്റ് കൊടുക്കുക? നിങ്ങൾ പറയും. അള്ളാഹു ഒന്നാന്തര ഒരു സിംഹാസനത്തിൽ ഇരുന്ന് ഇന്ന മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞ് അത് നോക്കാൻ ആളെ ഏർപ്പാടാക്കി കിതാബും കൊടുത്തയച്ചിട്ട് അത് മര്യാദക്ക് ചെയ്യാണ്ട് അവിടെയും പോയി ഇവിടെയും പോയി അമ്പലത്തിലും പോയി ഇങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാർ എങ്ങനെ അള്ളാഹിന്റെ സ്വർഗത്ത് കയറ്റുമോ? നിങ്ങളാണ് ഈ കയറ്റുമോ എന്നാണ് അടുത്ത ചോദ്യം. അതേപോലെ തന്നെ 33 കോടി ദൈവങ്ങളെ, അതുപോലെ തന്നെ അതിൽ കല്ലുകളുണ്ട്, മരങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, പലരുമുണ്ട്. പലതിനെയും പൂജിച്ച് ആരാധിക്കുന്ന അത്തരത്തിലുള്ള പല മതവിശ്വാസികളുടേതായ വക്താക്കൾ എങ്ങനെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക? എങ്ങനെ പ്രവേശിക്കും? ജലീൽ സാഹിബ് ഉത്തരം പറയണം. ജലീൽ സാഹിബെ, അതുകൊണ്ട് ജലീൽ സാഹിബിന് തോന്നുമ്പടി തോന്നുന്നവരെ വിളിച്ചു കയറ്റാനുള്ള സ്ഥലമല്ല ഇസ്ലാമിലെ സ്വർഗം എന്ന് മനസ്സിലാക്കുക. ഇസ്ലാമിലെ സ്വർഗം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതര സ്വർഗമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ താങ്കൾ പരിചയപ്പെടുത്തിയത് മറ്റൊന്ന് AKG ആണ്. കമ്മ്യൂണിസം, ദൈവനിരാസത്തിന്റെ പ്രത്യയ ശാസ്ത്രം. മതമില്ല, മതം മനുഷ്യനെ മയക്കിയിടുന്ന കേവലം കറുപ്പ് മാത്രമാണ്, അതൊക്കെ വെറും മിഥ്യയാണ്. ദൈവമില്ല, ദൈവത്തിന് അങ്ങനെ റസൂലില്ല, സ്വർഗമില്ല, നരകമില്ല, അതൊക്കെ പേടിപ്പിക്കലാണെന്ന് പറയുന്ന കമ്മ്യൂണിസത്തിന്റെ വക്താവായ ഒരു നേതാവിനെ എങ്ങനെയാണ് അള്ളാഹു പരിചയപ്പെടുത്തിയ സ്വർഗത്തിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുക? ഇതിനൊക്കെ മറുപടി പറയേണ്ട ആളാരാ? ജലീൽ സാഹിബ്. ക്രിസ്ത്യാനികൾ, ദൈവത്തിന് മക്കളുണ്ട് പറഞ്ഞ ക്രിസ്ത്യാനികളെ, കണ്ണിൽ കണ്ട കല്ലിനും മരത്തിനെ ആരാധിക്കുന്ന ഹിന്ദുക്കളെയും, ദൈവം തന്നെ ഇല്ല എന്ന് പറഞ്ഞു കിടക്കുന്ന കമ്മ്യൂണിസ്റ്റുകളെയും സ്വർഗത്ത് കയറ്റി അല്ല. അതിനുണ്ടാക്കിയത് സ്വർഗം. മര്യാദക്ക് നിസ്കരിച്ച് നോലമ്പ് നോറ്റ് അള്ള പറഞ്ഞതുപോലെ ഷഹീദായ
ആളുകൾ ഷഹീദായവർക്ക് മാത്രമേ ഡയറക്റ്റ് ഉറപ്പുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവർക്ക് പോലും അള്ളാഹ്ക്ക് ഔദാര്യം തോന്നി തൊടുത്തെങ്കിൽ കിട്ടുള്ളൂ. അവകാശമൊന്നുമല്ല അത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരാൾ മുസ്ലിമായി ജീവിച്ചു, ഇങ്ങനെ കൂട്ടാ വിശ്വാസികളോടാണേ, നിങ്ങൾ വിശ്വാസിയായിട്ട് ജീവിച്ചു, നിങ്ങൾ അള്ളാഹ് അനുസരിച്ച് പറഞ്ഞതൊക്കെ ചെയ്തു, മരണം വരെ നിങ്ങൾ അതുപോലെ തന്നെ മുന്നോട്ട് പോയി എന്ന് വിചാരിച്ചു. അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് നിങ്ങൾക്ക് വാഗ്ദാനം ഉണ്ടോ? ഉറപ്പുണ്ടോ? വാഗ്ദാനമല്ല, തന്നേക്കാം എന്നുള്ളൂ. നിങ്ങളെ അവകാശമല്ല. ഇതൊക്കെ കഴിഞ്ഞ് കിതാബൊക്കെ നോക്കിയപ്പം കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്, എല്ലാം മറിച്ച് നോക്കി, എല്ലാം ഓക്കെ. അള്ളാഹ്ക്ക് ഒരു മൂടില്ല. അള്ളാഹ് പറഞ്ഞു അല്ലേ വേണ്ട, ഇജ്ജ് നരകത്ത് പോയിക്കോ. വെറുതെ ഒരു സങ്കല്പം. അപ്പൊ നമ്മൾ ഹുസൈൻ സലഫി ഉദാഹരണമായിട്ട് എടുക്കാം. ഹുസൈൻ സലഫി ഒരു ആയുസ് മുഴുവൻ ഇസ്ലാമിന് വേണ്ടി സംസാരിച്ചു. ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓലെ ദുബായിലെ ജയിലിലാക്കാൻ വേണ്ടി കിടക്കാവുന്ന പണി മുഴുവെടുത്തു എന്നൊക്കെ കൂട്ടിക്കോ. ഇസ്ലാമിന് വേണ്ടി അത്രയും വലിയ സേവനം ചെയ്ത ഒരു മനുഷ്യൻ. ഇദ്ദേഹം നാളെ മരിച്ചുപോയി, ബുക്ക് നോക്കുമ്പോൾ ഓക്കെയാണ്, തൂക്കി നോക്കുമ്പോൾ ഈമാൻ കനം തൂങ്ങുന്നുണ്ട് എന്ന് വിചാരിച്ചോ? അള്ളാഹ്ക്ക് തോന്നണേ വേണ്ട, ഹുസൈൻ സലഫി നരകത്തേക്ക് പോയിക്കോട്ടെ എന്ന് അള്ളാഹ് തീരുമാനിച്ചാൽ അത് അനീതിയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലേ? അള്ളാഹുവിന് അങ്ങനെ തീരുമാനിക്കാൻ അവകാശം ഉണ്ടോ? ഇല്ലേ? അള്ളാഹു അങ്ങനെ ചെയ്യൂല നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ലേ? ഒരു ഉറപ്പില്ല കൂട്ടരെ. സൽക്കർമ്മം ചെയ്താല് സ്വർഗം തരാം എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് വാക്ക് പാലിക്കൂല എന്നൊരു ഉറപ്പ്, ഒരു വിശ്വാസം നമുക്കുണ്ട്. അള്ളാഹു വാക്ക് പാലിക്കണം എന്ന നിബന്ധന നമുക്ക് വെക്കാൻ പറ്റില്ല. കാരണം അള്ളാഹുവിന്റെ ഔദാര്യം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അള്ളാഹുവിന്റെ അടുത്ത് അവകാശം നമുക്കില്ല. കാരണം അത് അള്ളാഹിന്റെ തീരുമാനമാണ്, അള്ളാഹിന്റെ സ്വർഗമാണ്, അള്ളാഹുവിന്റെ വിശേഷ അധികാരമാണ്. ഞാൻ വെറുതെ പറഞ്ഞ ഞങ്ങൾ ഉസ്താദിനോട് ചോദിച്ചു നോക്കി, എല്ലാം ചെയ്തു, നല്ല പോലത്തെ ജീവിച്ചു, അള്ളാഹ്ക്ക് തോന്നാണ് സ്വർഗം കൊടുക്കേണ്ട തോന്നിയാൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യുക അവകാശം ഉണ്ടോ? ഇല്ല കൂട്ടരെ. മനസ്സിലായോ? ആ സ്വർഗത്തിലേക്കാണ് ഗാന്ധിജിനെയും മദർ തെരേസനെയും ഒക്കെ കയ്യും പിടിച്ചിട്ട് KT ജലീൽ കയറി ചെല്ലാൻ പോണേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അവിടുത്തെ സീന്? മലക്കുകളൊക്കെ അങ്ങനെ കാവല് നിൽക്കുന്ന സ്വർഗത്തിന്റെ അവിടത്തേക്ക് KT ജലീൽ ഒരു കയ്യിൽ മദർ തെരേസയും മറു കയ്യിൽ ഗാന്ധിജിയായിട്ട് ചെന്നാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് വിഷ്വൽ ചെയ്ത് നോക്കിയേ. അപ്പൊ അതുകൊണ്ട് വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട ജലീൽ സാഹിബെ. ഓലയും കൊണ്ടൊക്കെ സ്വർഗത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾ വേറെ സ്വർഗം ഉണ്ടായിക്കോളി എന്നാണ് ഹുസൈൻ സലഫി. വെറുതെ സ്വർഗത്തിന്റെ വാതിക്ക് പോയി കച്ചറുണ്ടാക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ താങ്കൾ ആരെയും സ്വർഗത്തിൽ കയറ്റിക്കോളൂ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാം ദീൻ പരിചയപ്പെടുത്തിയിട്ടുള്ള പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള സ്വർഗമാണോ താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ താങ്കൾ അബദ്ധത്തിലാണ്. 60-നോടടുത്ത ഈ പ്രായത്തിൽ ഒഴിഞ്ഞിരിക്കുമ്പോൾ താങ്കൾ വിശുദ്ധ ഖുർആനിലെ ഞാൻ ഈ സൂചിപ്പിച്ച നമ്പറുകളിലുള്ള ആയത്തുകളും അല്ലാത്തവയുമൊക്കെ ഒന്ന് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ അള്ളാഹിന്റെ സ്വർഗത്തേക്ക് പോകണം എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അള്ളാഹ് പറഞ്ഞത് കേൾക്കണം, അള്ളാഹ് പറഞ്ഞതുപോലെ ചെയ്യണം. അല്ല നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്തിട്ട് അള്ളാഹിന്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് തോന്നിയ ആൾക്കാരെ കയ്യും പിടിച്ച് കയറി ചെല്ലാനൊന്നും പറ്റൂല. അള്ളാഹിന്റെ സ്വർഗം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അള്ളാഹ് എന്താണെന്ന് അറിയണം. അതുകൊണ്ട് KT ജലീൽ സാഹിബ് എത്രയും പെട്ടെന്ന് നമ്മുടെ ഹുസൈൻ സലഫിയോട് സ്പെഷ്യൽ ക്ലാസ് എടുത്തിട്ട് ഈ ഖുർആൻ വചനങ്ങളൊക്കെ നല്ലോണം ഒന്ന് പരിശോധിച്ചിട്ട് ഒന്ന് അർത്ഥം അറിഞ്ഞ് പഠിക്കണം എന്നാണ് സാഹിബിനോട് സലഫിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിലെ സ്വർഗത്തിലേക്ക് വെറുതെ അതിൻ്റെ കവാടത്തിൽ നിൽക്കുന്ന മലക്കുകളിൽ നിന്ന് കുത്തുവാങ്ങാൻ വേണ്ടി ചെല്ലരുത് എന്നാണ് ഹുസൈൻ സലഫിക്ക് പറയാനുള്ളത്. അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഉറപ്പിച്ചോളി, ഇസ്ലാമിലെ സ്വർഗം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ്. മുസ്ലിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും കിട്ടുമൊന്നുമില്ല, പക്ഷെ കിട്ടണമെങ്കിൽ മുസ്ലിം ആയിരിക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മുസ്ലിം ആയാൽ പോരാ, നല്ലോണം മുസ്ലിം ആവണം എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് മറ്റൊരു വിഷയത്തിൽ നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്.